സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരുപാട് സ്റ്റുഡൻസിന് പല സബ്ജക്ട്സിലായിട്ട് സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ വീഡിയോസ് കാണുന്നവരിൽ പലരും ക്വാളിഫൈഡ് ആയതുകൊണ്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അടുത്തൊരു ഡൗട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും പലരും ക്വാളിഫൈഡ് ആയതിനു ശേഷം അത് വിളിച്ചു പറഞ്ഞതിന് ശേഷം അടുത്തവരുടെ ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് നമുക്ക് സെറ്റ് സർട്ടിഫിക്കറ്റ് നേടാമെന്നുള്ളതാണ്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, അതിന്റെ ഫോമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. സോ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ കാണുന്ന ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മുടെ LBS സെന്റർ ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ടിനായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു ഇമേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെ നമ്മുടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്, അല്ലേ? അത് ശരിയാണ്. അപ്പൊ അതിന് താഴെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഒരു രീതിയിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ഫോർ ഗെറ്റിംഗ് സെറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ്, ക്ലിക്ക് ടു ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഈ റിസൾട്ട് നോക്കിയതിന് ശേഷം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ മാത്രമാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒരു ഫോം വേണം നമുക്ക്. അതായത് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടെ തന്നെ ഒരു ഫോമും കൂടെ ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സോ ആദ്യം ചെയ്യേണ്ടത് ക്ലിക്ക് ടു ഡൗൺലോഡ് എന്നവിടെ പോയി ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ റിട്ടേൺ, അതായത് അതിൽ ഫില്ല് ചെയ്ത് നമ്മൾ അതായത് എഴുതി തന്നെ ഫില്ല് ചെയ്തിട്ടാണ് അതിനോടൊപ്പം അയക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആ ഫോം ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. സോ ക്ലിക്ക് ടു ഡൗൺലോഡ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ അത് ഡയറക്റ്റ്ലി കാണിക്കാത്തത് ഒക്ടോബർ 15 ശേഷമാണ് അത് അവൈലബിൾ ആവുള്ളൂ. അപ്പൊ അത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലും അത് അവൈലബിൾ ആയിരിക്കില്ല. സോ ഒക്ടോബർ 15 ശേഷമാണ് നമുക്ക് ഇതെല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ മെയിൻലി ഇവിടെ എഴുതിയൊരു കാര്യം, കാൻഡിഡേറ്റ്സ് അവൈറ്റിംഗ് ദെയർ ഫൈനൽ ഇയർ റിസൾട്ട് ഓഫ് PG ഓർ BEd need not apply for set certificate before obtaining the original or provisional certificate of PG or BEd. അതായത് നമുക്കറിയാം, ഇപ്പൊ BEd ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ PG ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസിനോ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? സെറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അവർ ക്വാളിഫൈഡും ആയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ PG അല്ലെങ്കിൽ BEd പാസ് ആയതിനു ശേഷം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അവർക്ക് ഈ സെറ്റിന്റെ സർട്ടിഫിക്കറ്റിനായിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ PGയുടെയും നമ്മുടെ BEdന്റെയും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ എന്നുള്ളതാണ്. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആയാലും മതി. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ ഇയറിലുള്ള സ്റ്റുഡൻസിന് അത് കിട്ടിയതിനു ശേഷം മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഇവിടെ നിന്ന് പറയാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ടും ചെയ്യാം കേട്ടോ. അതായത് ക്ലിക്ക് ടു ഗെറ്റ് കറക്റ്റഡ് ആൻസർ കീ, അതും നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ ക്ലിക്ക് ടു ഗെറ്റ് ദ ലിസ്റ്റ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്, അതും നമുക്ക് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് സ്റ്റെപ്പ് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് അവിടെ പോസ്റ്റിലായിട്ട് അയക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് വൺ, filled in application form for set July 2025 certificate downloaded from the official website of the LBS Center. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ LBS സെന്ററിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ആ ഒരു ഫോം ആദ്യം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. പിന്നെ കോപ്പീസ് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് അറ്റസ്റ്റഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ, എല്ലാം അറ്റസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് BEdന്റെ സർട്ടിഫിക്കറ്റും PGന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫോമാറ്റ് തന്നെ ചെയ്ത് എല്ലാം എന്ത് ചെയ്തു? ഗസറ്റഡ് ഓഫീസർ നിന്നും അതായത് അറ്റസ്റ്റ് ചെയ്ത് ആ ഒരു കോപ്പിയാണ് നമ്മൾ അവിടേക്ക് അയച്ചത്. സോ ഇവിടെ നിങ്ങൾക്ക് അതിന്റെ അഡ്രസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ LBS സെന്റർ, നന്ദവനം, തിരുവനന്തപുരം, അതാണ് അഡ്രസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്രസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ കാണാനായിട്ട് പറ്റും. സോ ആദ്യം അറ്റസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, പ്രൊവിഷണൽ ഓർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ഓർ ഗ്രേഡ് ഷീറ്റ് ഓഫ് PG ഡിഗ്രി.
അതായത് സെറ്റിന് വേണ്ട 2 കാര്യങ്ങളാണ് PGയും അതുപോലെ BEഡും. സോ PGന്റെ എന്തൊക്കെ കാര്യം നോക്കിക്കേ. പ്രൊവിഷണൽ ഓർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. അത് കൂടാതെ എല്ലാ സെമ്മിന്റെയും, അതായത് 4 സെമ്മാണല്ലോ ഉള്ളത്, ആ 4 സെമ്മിന്റെയും മാർക്ക് ലിസ്റ്റ് വേണം. മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഗ്രേഡ് ഷീറ്റ് മാൻഡേറ്ററി ആയിട്ട് വേണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രൊവിഷണൽ ഓർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ഓർ ഗ്രേഡ് ഷീറ്റ് ഓഫ് ഈച്ച് സെം ഓഫ് PG ഡിഗ്രി. ഓക്കെ, PGന്റെ ഓരോ സെമ്മിന്റെയും വേണം. അതുപോലെ തന്നെ സെയിം ആണ് പ്രൊവിഷണൽ ഓർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ഓർ ഗ്രേഡ് ഷീറ്റ് ഓഫ് ദ BEd ഡിഗ്രി. BEഡിന്റെയും PGന്റെയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. അതുപോലെ കോപ്പി ഓഫ് SSLC ഓർ 10th സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ദ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. അതായത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റും കൂടെ ആവശ്യമുണ്ട്. അതിന്റെ കോപ്പിയും കൂടെ ആവശ്യമുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് റെക്കഗ്നിഷൻ ആൻഡ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഫ്രം എനി വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഇഫ് ആപ്ലിക്കബിൾ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോൾ റെഗുലർ ആയിട്ട് തന്നെ പഠിക്കണമെന്നില്ല. ഡിസ്റ്റൻസ് ആയിട്ട് ചിലവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, PG ചെയ്തവരുണ്ടാവും. പക്ഷെ അതിന്റെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഓക്കെ അതായത് കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിന്റെ എന്ത് വേണം, ഇക്വാലൻസി അതിന് വേണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള കുറെ സബ്ജക്ട്സ് ഉണ്ട്. അപ്പൊ ആ സബ്ജക്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും പുറമെയുള്ള ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വാലൻസിയും കൂടെ വേണമെന്നാണ് 4ാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് മെയിൻലി ഉള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 5ാമത്തെ പോയിന്റ് ആയിട്ട് ഇവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ ഭയങ്കര ബോൾഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഒറിജിനൽ കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വാലിഡ് ഡ്യൂറിംഗ് ദ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് സെറ്റ് ജൂലൈ 2025 ഓഫ് ദ കാൻഡിഡേറ്റ് എലിജിബിൾ ഫോർ റിലാക്സേഷൻ ഓഫ് മിനിമം മാർക്സ് ഫോർ എ പാസ്. അതായത് ചിലപ്പോൾ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പലർക്കും ചിലപ്പോൾ അവരുടെ കാറ്റഗറി അല്ലെങ്കിൽ കാസ്റ്റ് കൊണ്ടായിരിക്കാം ക്വാളിഫൈഡ് ആയിരിക്കുന്നത്. അപ്പൊ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ പോസ്റ്റലായിട്ട് അയക്കേണ്ടതുണ്ട്. സോ ഒറിജിനൽ കാസ്റ്റ് ഓർ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കണ്ടോ എങ്ങനെയായിരിക്കണം, വാലിഡ് ഡ്യൂറിംഗ് ദ ഓൺലൈൻ രജിസ്ട്രേഷൻ. അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, സെറ്റിന്റെ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ പറ്റുള്ളൂ. അതായത് ഡേറ്റ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും ഇവിടെ വാലിഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ പറയുന്നത് 6ാമത്തെ പോയിന്റ്, ഫൈനൽ ഇയർ PG or BEd candidates who have appeared for the set examination must submit a declaration in the prescribed format duly attested by the principal. അതായത് ഇപ്പൊ ഫൈനൽ ഇയർ PG അല്ലെങ്കിൽ BEd പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ടാണ് പറയുന്നത്. അവരെന്ത് ചെയ്യണം, ആ ഒരു ഫോം അറ്റസ്റ്റ് ചെയ്യണം. ആര് അറ്റസ്റ്റ് ചെയ്യണം, പ്രിൻസിപ്പൽ, അവിടുത്തെ പ്രിൻസിപ്പൽ അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇതെല്ലാം കഴിഞ്ഞാൽ അടുത്ത നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത്, അതായത് സെറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളതായിരിക്കും. സോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇനി അടുത്ത നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത് ഇത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇനി എന്ത് ചെയ്യാന്നുള്ളതായിരിക്കും. അതപ്പോൾ തിങ്ക് ചെയ്യാതെ ഇനി നിങ്ങൾ HSSTക്ക് വേണ്ടി ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഇപ്പൊ സെറ്റ് ക്വാളിഫൈഡ് ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ വരുന്ന HSST നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. അപ്പൊ HSSTക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൂജയൊക്കെയാണ് അല്ലേ. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വിദ്യാരംഭത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുക. സോ ഈ ഒരു വിദ്യാരംഭത്തിൽ തന്നെ നമുക്ക് HSST ഒരുമിച്ച് തന്നെ പഠിച്ചു തുടങ്ങാം. സോ ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 20% ഓഫറും ആയിട്ടാണ് CC എത്തിയിരിക്കുന്നത്. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം, അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ HSST ലേണിംഗ്. താങ്ക് യു സോ മച്ച്.